തിരുവനന്തപുരത്ത് ലോ കോളേജിന് സമീപമുള്ള വേലിക്കകത്ത് വീട്ടിലാണ് ഗവർണർ എത്തിയത്. സ്കൂൾ പഠനകാലം മുതൽ VSനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാതൃകാപരമായ രാഷ്ട്രീയ ജീവിതമാണ് VSന്റെതെന്നും ഗവർണർ പറഞ്ഞു. To inquire about health of veteran leader in public life, Sri Achyutanand ji. From my college days also I used to hear about him, and he has been an ideal in public life, and I happen to be the governor here, so I thought I must meet him, his family, discuss, and it was very fortunate that we all met in the house. Because of his ill health he could not speak, but still we could exchange our views. Just we met within the eyes only. So but everything was so fine. I wanted to be always meet AKG, this Achyutanand ji, and then I came here. That's all. VP വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, നമുക്കറിയാം ദീർഘകാലമായി അച്യുതാനന്ദൻ രോഗശയ്യയിലാണ്. അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ മാത്രമാണ് ഇതിനു പുറത്തു വന്നിട്ടുള്ളത്. കുറെ കാലമായി കുടുംബാംഗങ്ങളുമായി ദീർഘനേരം സംസാരിച്ചോ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഗവർണർ അർലേക്കർ VSനെ കാണാനെത്തിയത്. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അച്യുതാനന്ദന്റെ ഭാര്യയും മകൻ അരുൺകുമാറും ഉൾപ്പെടെയുള്ളവർ ഗവർണറെ സ്വീകരിച്ചു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ പറഞ്ഞത് VSന്റെ പേര് അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലം മുതൽ കേൾക്കുന്നതാണ്. വളരെ മാതൃകാപരമായ പൊതുജീവിതം നയിച്ച വ്യക്തിയാണ് VS. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അന്വേഷിച്ചാണ് എത്തിയത്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ആരോഗ്യവും ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു എന്ന് കൂടി ഗവർണർ പറഞ്ഞു. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. UGCയുടെ പുതിയ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേരള നിയമസഭ അതിനെ എതിർത്തുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നു. ഇതേക്കുറിച്ചായിരുന്നു ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. UGC വിവാദത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്നത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് UGC ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് കരട് നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ല. എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചർച്ചകൾ വരട്ടെ, അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. കേരളത്തിൽ ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കൂടി ഗവർണർ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. വ്യത്യസ്തമായ ആശയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. കാലാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഏറ്റവും ഊഷ്മളമായിരുന്നു കൂടിക്കാഴ്ച എന്ന് കൂടി അർലേക്കർ പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായിരുന്ന പോര് നമുക്കറിയാം. പക്ഷേ തുടക്കത്തിൽ ഈ പുതിയ ഗവർണർ അങ്ങനെ ഒരു പോരിന്റെ സമീപനമല്ല എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സർക്കാരുമായി ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ സമരസപ്പെട്ടു പോകുന്ന, തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു ഗവർണർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. VSന്റെ കുടുംബാംഗങ്ങളുമായി ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞു. അദ്ദേഹം ഏറെ സമയം VSന്റെ വീട്ടിൽ ചിലവഴിച്ച ശേഷമാണ് മടങ്ങിയത്.